ഹലോ കൂട്ടുകാരെ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു എൻ്റെ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. നമ്മൾ ഈ പനീർ മഞ്ചൂരിയനും ഈ ചൈനീസ് ഫുഡൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് എണ്ണ ചൂടായി വരുന്നത്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ പനീർ ക്യൂബ്സ്, ഇത് വലിയ ക്യൂബായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവറും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. ഞാനിപ്പം വെറുതെ അങ്ങ് വറുത്തെടുക്കുവാണേ. വറുത്തെടുത്ത് ഒരു ബ്രൗൺ നിറമൊക്കെ രണ്ട് സൈഡും ആയി കഴിയുമ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ എണ്ണയിലോട്ട് കുറച്ച് എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ മാറ്റി വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഞാൻ ചേർത്ത് കൊടുക്കുക. പനീർ മഞ്ചൂരിയൻ എപ്പോഴും വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അരിഞ്ഞെടുത്തപ്പോൾ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള നീളത്തിലല്ല അരിയേണ്ടത്, ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ആക്കാം കേട്ടോ. അപ്പോൾ റെഡ് ചില്ലി സോസ് എന്ന് പറഞ്ഞാൽ നല്ല എരിവ് കിട്ടാൻ വേണ്ടിയാണ്. അതും കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ആക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ സോസിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. സോസിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ചൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ചാറായിട്ട് കൂടിയല്ല ഞാൻ എടുക്കുന്നത്, എന്നാലും നമുക്ക് കോൺഫ്ലോറൊക്കെ ചേർക്കുമ്പോൾ നല്ല കട്ടിയാകും. അതിന് വേണ്ടിയാണ് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സും പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതും പിന്നെ ഒരു കൈപ്പിടി സ്പ്രിംഗ് ഓനിയനും 1 കൈപ്പിടി നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചിലർ പറയും ഇതിനകത്ത് ഇത്രയും സ്പ്രിംഗ് ഓനിയനും മല്ലിയിലും എന്തിനാണ് ചേർക്കുന്നതെന്ന്. പക്ഷേ നിങ്ങളൊരു വട്ടം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷേ അടിപൊളിയാണ്. ഈ 2 സാധനം കൂടി മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, നമ്മുടെ പനീർ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡ്രൈ ആയിട്ടാണ്, കുറച്ച് ചാറോട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.